ഉണ്ണികൾക്ക് 108 ഗുരുദേവ കഥകൾ. അധ്യായം 25. അന്ധബാലിക വെളിച്ചത്തിലേക്ക്. അരുവിപ്പുറം ആശ്രമത്തിൽ ഭൈരവൻ എന്നു പേരുള്ള ഒരു അന്തേവാസിയുണ്ടായിരുന്നു. നേരത്തെ മിടുക്കനായ ഒരു നെയ്ത്തുകാരനായിരുന്നു അയാൾ. ഗുരുദേവനാണ് അയാളെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഗ്രാമസഞ്ചാരത്തിനിടയിൽ വക്കമെന്ന സ്ഥലത്ത് വെച്ചാണ് ഗുരുദേവൻ ഭൈരവനെ കണ്ടുമുട്ടിയത്. അയാളുടെ സംസാരവും വിനയത്തോടെയുള്ള പെരുമാറ്റവും ഉള്ളഴിഞ്ഞ ദൈവഭക്തിയും ഗുരുദേവനെ വല്ലാതെ ആകർഷിച്ചു. ഗുരുദേവൻ അവിടെ നിന്ന് യാത്രയാകുമ്പോൾ ഭൈരവൻ പറഞ്ഞു, "അങ്ങയുടെ കൂടെ ഒരു അന്തേവാസിയായി കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനു അനുവദിക്കണം." ഗുരുദേവൻ യാതൊരു മടിയും കൂടാതെ ഭൈരവനെ അരുവിപ്പുറം ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പൂജാകർമ്മങ്ങളൊക്കെ പരിശീലിപ്പിച്ച് അയാളെ ഗുരുദേവൻ അരുവിപ്പുറം ആശ്രമത്തിലെ ശാന്തിക്കാരനാക്കി. അവിടെ വരുന്ന ഭക്തർക്കെല്ലാം ഭൈരവനെ വലിയ കാര്യമായിരുന്നു. ഒരിക്കൽ തലശ്ശേരിയിൽ നിന്ന് ഒരു അന്ധബാലികയെ അരുവിപ്പുറം ആശ്രമത്തിൽ കൊണ്ടുവന്നു. ഗുരുദേവന്റെ അനുഗ്രഹമുണ്ടായാൽ ബാലികയ്ക്ക് കാഴ്ചശക്തി കിട്ടുമെന്ന് ആരൊക്കെയോ അവളുടെ മാതാപിതാക്കളെ ഉപദേശിച്ചു. അതനുസരിച്ചാണ് അവർ മകളെയും കൂട്ടിക്കൊണ്ട് ആശ്രമത്തിലെത്തിയത്. പക്ഷേ ഗുരുദേവൻ അവിടെ ഉണ്ടായിരുന്നില്ല. സ്വാമികൾ എവിടേക്കാണ് പോയതെന്നും കൃത്യമായ അറിവുണ്ടായിരുന്നില്ല. അവർ ഭൈരവൻ ശാന്തിയെ കണ്ടിട്ടു പറഞ്ഞു, "ഗുരുദേവൻ ഇല്ലാത്ത സ്ഥിതിക്കു ഞങ്ങൾ ഇവിടെ കാത്തുനിന്നിട്ട് കാര്യമില്ലല്ലോ. മകളെയും കൊണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്." "ഏതായാലും ബുദ്ധിമുട്ടി ദൂരത്തു നിന്നും വന്നതല്ലേ, ഇന്നത്തെ ദീപാരാധനയിൽ പങ്കെടുത്ത് നാളെ രാവിലെ പോകുന്നതാ നല്ലത്," ഭൈരവൻ ശാന്തി ഉപദേശിച്ചു. "ശരി, എങ്കിൽ അങ്ങനെയാവാം." മാതാപിതാക്കൾ ശാന്തിയുടെ അഭിപ്രായം സ്വീകരിച്ചു. മകളോടൊപ്പം അവരും അന്നത്തെ ഭക്തിനിർഭരമായ ദീപാരാധനയിൽ പങ്കുകൊണ്ടു. ആ സമയത്ത് നൂറുകണക്കിന് ഭക്തന്മാർ അവിടെ ഉണ്ടായിരുന്നു. ദീപാരാധന കഴിഞ്ഞ് ഭൈരവൻ ശാന്തി തീർത്ഥജലം കൊണ്ടുവന്ന് അവിടെ കൈകൂപ്പി നിന്നിരുന്ന പാവം അന്ധബാലികയുടെ മുഖത്ത് തെളിച്ചു. അത്ഭുതം! അവളുടെ കണ്ണുകൾക്ക് പെട്ടെന്ന് തെളിച്ചം കിട്ടി. "ഹായ്, എനിക്കിപ്പോൾ എല്ലാം കാണാം. ഒരാൾ വന്നെന്റെ കൺപോളകൾ പിടിച്ചു തുറന്നു." ബാലിക സന്തോഷത്തോടെ തുള്ളിച്ചാടി. "ആരാ മോളുടെ കണ്ണു തുറന്നത്? ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ആണോ?" അവിടെ കൂടി നിന്ന ഭക്തന്മാർ അവളോട് ചോദിച്ചു. "അല്ലല്ല, ഇവരാരുമല്ല. മുണ്ടും നാടനുമണിഞ്ഞ പൊക്കമുള്ള ഒരാളാണ്," അവൾ കൃത്യമായി എല്ലാവരോടും പറഞ്ഞു. ഈ സമയത്ത് ആശ്രമത്തിൽ കുമാരനാശാൻ ഉണ്ടായിരുന്നു. സംഭവം കേട്ടറിഞ്ഞ് അദ്ദേഹം ക്ഷേത്രാങ്കണത്തിൽ ഓടി വന്നു. പലരുടെയും ചിത്രങ്ങൾ കാണിച്ചിട്ട് ഇതിൽ ആരെങ്കിലുമാണോ കുട്ടിയെ തൊട്ടതെന്ന് അദ്ദേഹം ചോദിച്ചു. ഇവരാരുമല്ല എന്ന് അവൾ നല്ല തിരിച്ചറിവോടെ പറയുകയും ചെയ്തു. ഒടുവിൽ ആശ്രമത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന ഗുരുദേവന്റെ ഒരു ചിത്രം അവളെ കാണിച്ചു. "അതെ അതെ, എന്റെ കൺപോളകൾ പിടിച്ചു തുറന്നത് ഇദ്ദേഹം തന്നെയാണ്," അവൾ തറപ്പിച്ചു പറഞ്ഞു. അപ്പോഴാണ് ദീപാരാധന വേളയിൽ മറ്റുള്ളവർക്ക് അദൃശ്യനായി ഗുരുദേവൻ ആ അന്ധബാലികയെ അനുഗ്രഹിക്കാൻ അവിടെ എത്തിയിരുന്നുവെന്ന് ബോധ്യമായത്. എല്ലാവരും ഗുരുദേവന്റെ മഹത്വത്തെ വാഴ്ത്തി. ശേഷം ഭാഗം തുടരും.